The ratio of brake power to indicator power. Ratio of brake power to indicator power of the IC engine. ഏത് പോർഷനിൽ നിന്നാണ്? ടെസ്റ്റിംഗ് ഓഫ് IC engine. അപ്പൊ ടെസ്റ്റിംഗ് ഓഫ് IC engine അകത്ത് ഓപ്ഷൻസ് നോക്കിയേ. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്തായിരുന്നു? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പവർ ഔട്ട്പുട്ട് അറ്റ് ദ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എഞ്ചിൻ. അത് മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് അറ്റ് ദ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ. അതാണ് എന്ത്? മെക്കാനിക്കൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി എന്താണ്? തെർമൽ എഫിഷ്യൻസി രണ്ട് രീതിയിൽ പറയാം. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ആണെങ്കിൽ BP ബൈ ഹീറ്റ് ഇൻപുട്ട്. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ആണെങ്കിൽ IP ബൈ ഹീറ്റ് ഇൻപുട്ട്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ഫ്യൂവൽ ഇൻടു കലോറിഫിക് വാല്യൂ. ദെൻ വോളിമെട്രിക് എഫിഷ്യൻസി. വോളിമെട്രിക് എഫിഷ്യൻസി നമുക്കറിയാം, എഞ്ചിൻ സിലിണ്ടറിന് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട് അല്ലെ? സിലിണ്ടറിന്റെ വോളിയം. അത്രയും വോളിയം തന്നെ അതിനകത്ത് അഡ്മിറ്റ് ആവുമോ ചാർജ്? ഇല്ല. എന്തായാലും എന്താണ്? എഞ്ചിൻ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അത്രയും കയറത്തില്ല. അപ്പൊ എന്താണ്? ആക്ച്വൽ വോളിയം. ആക്ച്വൽ വോളിയം ബൈ തിയററ്റിക്കൽ വോളിയം ആണ് എന്ത്? വോളിമെട്രിക് എഫിഷ്യൻസി. ദെൻ റിലേറ്റീവ് എഫിഷ്യൻസി. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി കിട്ടിയ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ എന്താണ്? എന്ത് എഫിഷ്യൻസി ആണ് വരേണ്ടത്? ആക്ച്വൽ എഫിഷ്യൻസി ബൈ എന്താണ്? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇനി നോക്കിയേ, എന്താ ചോദിച്ചേക്കുന്നത്? റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ.